കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സോഫ്റ്റ് കുക്കിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓറിയോ ക്രീം ചീസ് കുക്കി. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കുക്കിയാണിത്. ഞാൻ ലിഷ. വെൽക്കം ടു മൈ ചാനൽ ദ കോഫി മഗ്. ഓറിയോ ക്രീം ചീസ് കുക്കി ഉണ്ടാക്കുന്നതിന് ആദ്യം ഒരു വലിയ ബൗളിലേക്ക് 1/2 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള ക്രീം ചീസ് ഇട്ട് കൊടുക്കാം. ഇതൊരു ഇലക്ട്രിക് ബീറ്ററോ വിസ്കോ വെച്ച് മീഡിയം സ്പീഡിൽ ബീറ്റ് ചെയ്ത് ക്രീം പരുവത്തിലാക്കി എടുക്കണം. ഒരു 30 സെക്കൻഡൊക്കെ ആകുമ്പോഴേക്കും ക്രീം പരുവത്തിലായി കിട്ടും. ഇനി ഇതിലേക്ക് സോഫ്റ്റായ 1/2 കപ്പ് അൺസോൾട്ടഡ് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇതും ഒരു 30 സെക്കൻഡ് ബീറ്റ് ചെയ്ത് ക്രീം പരുവത്തിലാക്കി എടുക്കണം. സൈഡിൽ പറ്റി പിടിച്ചിരിക്കുന്നത് ഒരു സ്പാറ്റില വെച്ച് തൂത്തിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/2 കപ്പും 2 ടേബിൾ സ്പൂണും പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഞ്ചസാര ചേർത്തിട്ട് മീഡിയം സ്പീഡിൽ ഒരു 3-4 മിനിറ്റ് ബീറ്റ് ചെയ്ത് നല്ല ഫ്ലഫി ആക്കി എടുക്കണം. ഇടയ്ക്ക് സൈഡിൽ പറ്റി പിടിച്ചിരിക്കുന്നത് തൂത്തിട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ മിക്സ് നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു ബൗളിലേക്ക് 1 കപ്പും 2 ടേബിൾ സ്പൂണും മൈദ, 2 നുള്ളു ഉപ്പ് ഇവ ചേർത്തിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇവ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഈ പൊടി 2 പ്രാവശ്യമായി മിക്സിലേക്ക് ചേർത്ത് കൊടുക്കണം. കട്ടകളൊന്നും ഇല്ലാതെ മിക്സായി കിട്ടുന്നതിന് വേണ്ടിയാണ് 2 പ്രാവശ്യമായി ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ലോ സ്പീഡിൽ ജസ്റ്റ് ഒന്ന് കമ്പൈൻ ചെയ്തെടുക്കണം. ഓവറായിട്ട് ബീറ്റ് ചെയ്യേണ്ട കേട്ടോ. രണ്ടാമത്തെ സെറ്റും ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി സ്പാറ്റില വെച്ച് സൈഡിലുള്ളതും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അവസാനമായി ഇതിലേക്ക് നമുക്ക് ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. അതിന് ഞാനിവിടെ ഒരു പാക്കറ്റ് വാനില ക്രീമുള്ള ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൽ 12 ബിസ്ക്കറ്റ് ഉണ്ട്. ഇതൊരു പ്ലാസ്റ്റിക് കവറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി കവർ ലോക്ക് ചെയ്തിട്ട് ഒരു ചപ്പാത്തി റോളർ വെച്ച് ബിസ്ക്കറ്റ് പൊടിച്ചെടുക്കണം. ഒത്തിരി പൊടിയാകണ്ട, ചെറിയ പീസുകളായി പൊടിച്ചെടുത്താൽ മതി. ഇനി ഇത് മിക്സിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കമ്പൈൻ ചെയ്തെടുക്കണം. ഇപ്പോൾ ഡോ റെഡി ആയിട്ടുണ്ട്. ഇനി ഇവ ഒരു ക്ലിംഗ് റാപ്പ് വെച്ച് കവർ ചെയ്തിട്ട് ഒന്ന് സെറ്റ് ആകുന്നതിന് വേണ്ടി ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ. 1 മുതൽ 2 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെക്കണം. ഇപ്പോൾ 2 മണിക്കൂറായിട്ടുണ്ട്. നമുക്ക് ഓവൻ 170 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ട് ഡോ ഷേപ്പ് ചെയ്തെടുക്കാം. കുക്കിയെല്ലാം ഒരേ സൈസിൽ കിട്ടുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു ഐസ്ക്രീം സ്കൂപ്പറാണ് എടുത്തിട്ടുള്ളത്. ഇത് 2 ടേബിൾ സ്പൂൺ അളവാണ്. ഡോ സ്കൂപ്പ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ വിരിച്ച ബേക്കിംഗ് ട്രേയിലേക്ക് വെക്കാം. ഞാനിവിടെ 6 എണ്ണം സ്കൂപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു സ്പൂൺ വെച്ച് ഒന്ന് പ്രസ് ചെയ്തിട്ട് ചെറുതായൊന്ന് പരത്തിയെടുക്കാം. ബാക്കി വരുന്ന കുക്കിയുടെ ഫ്രിഡ്ജിലേക്ക് തന്നെ വെക്കാം കേട്ടോ. ഇപ്പോൾ ഓവൻ പ്രീഹീറ്റ് ആയിട്ടുണ്ട്. ഇവ ബേക്ക് ചെയ്യാനായി വെക്കാം. 170 ഡിഗ്രി സെൽഷ്യസിൽ 12 മുതൽ 15 മിനിറ്റ് വരെയാണ് ബേക്കിംഗ് ടൈം.
ഓരോ ഓവൻ അനുസരിച്ചും കുക്കിയുടെ സൈസ് അനുസരിച്ചും ബേക്കിംഗ് ടൈമിൽ ചെറിയ വ്യത്യാസങ്ങൾ വരാം. ആദ്യത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട്. എനിക്കിവിടെ 14 മിനിറ്റിലാണ് ബേക്കായി കിട്ടിയിരിക്കുന്നത്. ഓവനിൽ നിന്നെടുത്ത് 5 മിനിറ്റിന് ശേഷം വയർ റാക്കിലേക്ക് മാറ്റാം. ഈ സമയത്തും കുക്കി സോഫ്റ്റ് ആയിരിക്കും. ചൂടൊക്കെ ആറിക്കഴിയുമ്പോഴാണ് സെറ്റായി കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും ഇഷ്ടപ്പെടും, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്